അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. വിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തെ പറ്റി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ശഅബാൻ ഷഹരി, ശഅബാൻ എൻ്റെ മാസമാണെന്നാണ്. എൻ്റെ മാസമാണെന്നാണ് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാൻ മാസത്തെ പറ്റി വിശേഷിപ്പിച്ചത്. ഈ ഹബീബായ തങ്ങളെ മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത്. വിശുദ്ധമായ റമളാനിലേക്കാണ് നാം കടന്ന് നീങ്ങുന്നത്. അല്ലാഹുവേ, വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ അഅമാലുകൾ ചെയ്തുകൊണ്ട് ധന്യമാക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് തൗഫീഖ് നൽകണേ തമ്പുരാനെ. വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിൽ ബർക്കത്ത് ലഭിക്കുന്നവരിൽ അല്ലാഹുവേ ഞങ്ങൾ നീ പെടുത്തണേ. അല്ലാഹ് ശഅബാനിനെയും ഞങ്ങൾ ചെയ്തു പോയ റജബ് മാസത്തിൽ ഞങ്ങൾ ധാരാളം ദിക്റുകൾ ചൊല്ലി, ധാരാളം ദുആകൾ ചെയ്തു, ധാരാളം സൂറത്തുകൾ ഞങ്ങൾ പാരായണം ചെയ്തു തമ്പുരാനെ. അതിൻ്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ സകലമായ ഉദ്ദേശങ്ങളും ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹുവേ നീ നടത്തി തരണേ തമ്പുരാനെ. നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളെയും നീ ഹാസിലാക്കണേ അല്ലാഹ്. നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, അവരുടെ സകലമായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. പരിപൂർണ സലാമത്ത് അല്ലാഹു അവർക്ക് നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാഹ്. കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിൽ അഅമാലുകളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതുകൊണ്ട് ഹബീബായ തങ്ങൾ പറഞ്ഞത് ശഅബാൻ ഷഹരി, ശഅബാൻ എൻ്റെ മാസമാണ്. അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. ഹബീബായ തങ്ങളെ റൗള ഷരീഫിലേക്ക് നമുക്ക് ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. സ്വലാത്തുകൾ ചൊല്ലി ഈ മാസത്തെ നമുക്ക് ധന്യമാക്കണം. അല്ലാഹുവിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ ശഅബാൻ മാസം കഴിഞ്ഞാൽ ഞങ്ങളിലേക്ക് വരാൻ പോകുന്നത് വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസമാണ്. ആ റമളാൻ മാസത്തെയാണ് ഞാനും നിങ്ങളും വരവേൽക്കേണ്ടത്. ആ റമളാൻ മാസം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആ റമളാൻ മാസം അങ്ങ് വരുന്ന സമയത്ത് കെട്ടി ഒരുങ്ങുകയല്ല വേണ്ടത്. ശഅബാൻ റജബിലും ശഅബാനിലും നമ്മൾ അഅമാലുകൾ ചെയ്യണം. എന്നിട്ട് റമളാനിനെ നമ്മൾക്ക് സ്വീകരിക്കണം, സ്വാഗതം ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട അബൂബക്കറുൽ വറാഖുൽ ബൽഖീൻ തങ്ങൾ പറഞ്ഞത് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം കൃഷി ചെയ്യുന്ന മാസമാണ്. ശഅബാൻ മാസം അത് നനക്കുന്ന മാസമാണ്, കൃഷി നനക്കുന്ന മാസമാണ്. റമളാൻ മാസം അത് വിളവെടുക്കുന്ന മാസമാണെന്ന് ഇമാം അബൂബക്കറുൽ വറാഖുൽ ബൽഖീൻ തങ്ങൾ പറഞ്ഞതുപോലെ റമളാൻ വരേണ്ട ആവശ്യമില്ല. ശഅബാനിലും നമ്മൾ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കഴിയണം. നമ്മൾ റമളാനിലേക്കുള്ള ഒരുക്കങ്ങൾ നമ്മളവിടെ പൂർത്തിയാക്കണം. എന്ന് പൂർത്തിയാക്കണം? ശഅബാനിൽ നമ്മൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ ശഅബാൻ മാസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. കാരണം നമുക്ക് ശഅബാൻ മാസം എത്ര പെട്ടെന്നാണ് റജബ് നമ്മളിലേക്ക് കടന്നു വന്നത് നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല. റജബ് വരുമ്പോഴാണ് നമുക്ക് ഓരോരുത്തർക്ക് റമളാനിൻ്റെ ഓർമ്മ വരിക. ഓരോരുത്തർക്ക് റമളാൻ ഓർമ്മ വരണമെങ്കിൽ റജബ് മാസം 1 മാസം കാണണം. റജബ് 1 കണ്ടു കഴിഞ്ഞാൽ അപ്പം റമളാനിൽ ഒരു ഓർമ്മ വരും. റമളാൻ അടുത്ത് വരികയാണെന്നുള്ളൊരു ഓർമ്മ എല്ലാവരുടെ മനസ്സിലും ഒരു ചിന്ത ഇങ്ങനെ കടന്നു വരും. ആ റജബിൽ നമ്മൾ എന്ത് ചെയ്യും? റമളാൻ അടുത്ത് വരുവാണല്ലോ, റമളാനിൽ ഒരുക്കങ്ങൾ ഇങ്ങനെ തുടങ്ങിക്കഴിയും. നനച്ചുള്ളി കാര്യങ്ങൾ, വീടൊന്ന് തൂത്തുവാരുക, വീടൊന്ന് വൃത്തിയാക്കുക, കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങും. പിന്നെ റജബ് ഇങ്ങനെ മറന്നു പോയി. പിന്നെ ശഅബാൻ നമ്മൾ മാസമൊക്കെ ഒന്ന് മറന്നു പോകും. പിന്നെയാണ് നമ്മളിലേക്ക് റമളാൻ വരുമ്പോഴാണ് ഒന്ന് കെട്ടി ഒരുങ്ങുന്നൊരു സാഹചര്യമാണ് നമ്മൾ നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ല വേണ്ടത്. റജബിലും ശഅബാനിലും നമ്മൾ
അമാലുകളെ കൊണ്ട് ധന്യമാക്കണം, അമാലുകളെ കൊണ്ട് ധന്യമാക്കണം. റമളാനിനെ വരവേൽക്കണം, റമളാനിലെ സ്വാഗതം ചെയ്യണം. ഈ ഷഅബാനിൽ റമളാനിലെ സ്വാഗതം ചെയ്യുന്ന ആളുകളായി ഞാൻ മാറേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. എത്ര പെട്ടെന്നാണ് റജബ് വന്ന് കഴിഞ്ഞുപോയി, ഷഅബാനും കഴിഞ്ഞു പോകും, റമളാനും അതിവേഗത്തിൽ കഴിഞ്ഞു പോകും. ഇപ്പം അങ്ങനെയാണ്. ഇപ്പം അതാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ഖിയാമത്ത് നാളിങ്ങനെ അടുക്കും തോറും വർഷങ്ങൾ മാസങ്ങളായി ചുരുങ്ങും, മാസങ്ങൾ ആഴ്ചകളായി ചുരുങ്ങും, ആഴ്ചകൾ മണിക്കൂറുകളായി ചുരുങ്ങും, മണിക്കൂറുകൾ മിനിറ്റുകളായി ചുരുങ്ങും, മിനിറ്റുകൾ സെക്കൻഡുകളായി നമുക്ക് തോന്നും. നമ്മളെ ചിന്ത അതിലേക്ക് വരും. സാധാ ദിവസം പോലെ ആയിരിക്കും, പക്ഷേ നമ്മളെ ചിന്തകൾ അത്രയും പെട്ടെന്ന് അതിവേഗത്തിൽ കടന്നു പോകുന്നതായി നമുക്ക് ഫീൽ ചെയ്യും. അതാണ്, അങ്ങനെയാണ്. എത്ര പെട്ടെന്നാണ് റജബ് വന്ന് റജബ് കഴിഞ്ഞുപോയി, ഷഅബാൻ വന്ന് ഷഅബാൻ കഴിഞ്ഞു പോകും. ഒരുക്കങ്ങൾ നമ്മൾ ഒരുങ്ങി തുടങ്ങുന്നതിന് മുമ്പ് ഷഅബാൻ കഴിഞ്ഞു പോകും. അതുകൊണ്ട് നാളെ ആകട്ടെ, നാളെ ഒരുങ്ങാം, നാളെ നമുക്ക് ദിക്റുകൾ ചൊല്ലാം, നാളെ സ്വലാത്ത് മജ്‌ലിസുകളിൽ പങ്കെടുക്കാം, നാളെ സ്വലാത്തുകൾ ചൊല്ലാം എന്ന് വെച്ച് നാളെ എന്ന് വെക്കുന്നു തോറും നമ്മളെ ദിവസങ്ങളും സമയങ്ങളും നമ്മളിന്ന് കടന്നു പോവുകയാണ്, നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അമാലുകളെ കൊണ്ട് ധന്യമാക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ മജ്‌ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നത്തെ മജ്‌ലിസിൽ ഏറ്റവും നല്ല ഔഷധം, ഏറ്റവും നല്ലൊരു ഔഷധം ഇൻഷാ അല്ലാഹ്, ഒരു നല്ലൊരു മരുന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഏറ്റവും നല്ലൊരു മരുന്ന്, ഹബീബായ തങ്ങൾ പറഞ്ഞ, ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും നല്ല മരുന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനമായിട്ട്, ഒരു ഗിഫ്റ്റായിട്ട് തരികയാണ്. ഷഅബാനിൽ അതാണ് വേണ്ടത്. നമ്മൾ മറ്റുള്ളവർക്ക് ഗിഫ്റ്റുകൾ, സമ്മാനങ്ങൾ കൊടുക്കുക. മക്കള് ഉപ്പമാർക്കും ഉമ്മമാർക്കും കൊടുക്കുക. ഉമ്മമാരാണെങ്കിലോ മക്കൾക്ക് നല്ല സമ്മാനങ്ങൾ കൊടുക്കുക. അത് ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു കർമ്മമാണ്. അത് എന്നും നല്ല കർമ്മമാണ്. ഷഅബാനിലാകുമ്പോൾ ഏറ്റവും പ്രതിഫലമാണ് അതിന്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരികയാണ് ഇൻഷാ അല്ലാഹ്. അത് മജ്‌ലിസിലൂടെ നമുക്ക് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ, അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമ്മളിലേക്ക് സമാഗതമായിട്ടുള്ളത് വിശുദ്ധമാക്കപ്പെട്ട ഷഅബാൻ മാസമാണ്. ഷഅബാനെ പറ്റി മുത്തുനബി പറഞ്ഞത് ഷഅബാൻ ഷഹരി, ഷഅബാൻ എൻ്റെ മാസമാണെന്നാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മാസത്തിൽ നമ്മൾ ദിക്റുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, ഇരു കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹുവെ ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ദുആനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, വെറുതെയാക്കല്ല അല്ലാഹ്, വെറുതെയാക്കി തട്ടിക്കളയല്ല തമ്പുരാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ പല ജാതി മുറാദുകൾ കൊണ്ട് നമ്മളെ മജ്‌ലിസ് കാണുന്ന ആളുകളുണ്ട്. ഓരോരുത്തർ ചോദിക്കാറുണ്ട്, ഇപ്പം തങ്ങളെ വീഡിയോ ഒന്നും കാണാറില്ലല്ലോ, ഇപ്പം മജ്‌ലിസൊന്നും വീഡിയോകളൊന്നും ഇല്ലേ എന്ന് വിളിച്ചു ചോദിക്കുന്ന ആളുകൾ വരെയുണ്ട്. അല്ലാഹുവേ നീ ഖൈറ് കൊടുക്കണേ അല്ലാഹ്, നീ ഖൈറ് കൊടുക്കണേ തമ്പുരാൻ. അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു ദുആ മാത്രമാണ്. തങ്ങളെ മജ്‌ലിസിൽ ദിക്റുകൾ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത്. എല്ലാവർക്കും ആഗ്രഹം ദുആ മാത്രമാണ്, ദുആ മാത്രമാണ് രക്ഷ. അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ, ഞങ്ങളെ സകലമായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ അല്ലാഹ്. നിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല അല്ലാഹ്, ചോദിക്കാനില്ല തമ്പുരാനെ. നീ ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാഹ്, നീ ഞങ്ങളെ സകലമായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ അല്ലാഹുവേ നീ മാറ്റി തരണേ അല്ലാഹ്. പരിപൂർണ സലാമത്ത് അതിൽ നിന്ന് തരണേ തമ്പുരാനെ, സലാമത്ത് തരണേ അല്ലാഹ്, സലാമത്ത് തരണേ തമ്പുരാനെ. നിന്റെ കാവൽ നൽകണേ അല്ലാഹ്. രോഗികൾ ധാരാളം ആളുകളുണ്ട്, രോഗികളുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് മകൾ സ്വലാത്ത് ചൊല്ലി, ഫാത്തിഹ ഓതി, ഇഖ്ലാസ് ഓതി, മുഅവ്വിദത്തൈനുകൾ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യും. അല്ലാഹുവിനെ തൗഫീക്ക് നൽകണേ അല്ലാഹ്, തൗഫീക്ക് നൽകണേ തമ്പുരാനെ. ഈ മജ്‌ലിസിൽ നിന്ന് ധാരാളം ആളുകൾക്ക് ശമനം കിട്ടി, ഉത്തരം കിട്ടിയ ആളുകളുണ്ട്. ധാരാളം ആളുകൾ വിളിക്കാറുണ്ട്,
വന്ന് പറയുന്ന ആളുകളുണ്ട്, തങ്ങളെ ഞാൻ ആ ദിക്ർ ചൊല്ലിയതിന് ശേഷം, തങ്ങളെ മജ്ലിസിൽ പങ്കെടുത്തതിന് ശേഷം, ഈ മജ്ലിസിൻ്റെ ഫളായിൽ പറയാൻ കാരണം എൻ്റെ ഫളായിലല്ല ഞാൻ പറയുന്നത്, എൻ്റെ ഫളായിലല്ല പറയുന്നത്, മജ്ലിസിൻ്റെ ഫളായിലാണ് ഞാൻ പറയുന്നത്. എൻ്റെ കാരണം കൊണ്ടല്ല, നമ്മളൊക്കെ നിമിത്തം മാത്രമാണ്. ഇത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മഹാന്മാരെ നോട്ടമുള്ള മജ്ലിസാണ്, മഹാനായ ഉപ്പാപ്പാൻ്റെ നോട്ടമുള്ള മജ്ലിസാണ്. ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലെ അച്ചയിൽ നിന്ന് കടലിൽ മുസല്ലയിട്ട് കടലുണ്ടി തീരത്തണഞ്ഞ മഹാനായ ഉപ്പാപ്പാൻ്റെ നോട്ടമുണ്ട്. ജമലുല്ലൈൽ ഉപ്പാപ്പാൻ്റെ നോട്ടമുള്ള മജ്ലിസാണ്. അതുകൊണ്ട് ഒരിക്കലും വെറുതെയാകില്ല. അതാണ് മജ്ലിസിൻ്റെ പേര് തന്നെ സയ്യിദിയം എന്നുള്ളൊരു പേര് തന്നെ ഇട്ടത്. മഹാൻ്റെ ഉപ്പാപ്പാൻ്റെ ഒരു നോട്ടമുള്ള മജ്ലിസ് ആയതുകൊണ്ടാണ്. അല്ലാഹുവേ ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹക്ക് ജാ ബർക്കത്തുൻ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിന് അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് ഉയർത്തണേ അല്ലാ. അതുകൊണ്ടാണ് ധാരാളം ആളുകൾക്ക് ഉത്തരം കിട്ടിയത്. ഈ മജ്ലിസിൽ പങ്കെടുത്തതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ റാഹത്തിലായത്, കാര്യങ്ങൾ നടപടിയായത്. അതുകൊണ്ടാണ് മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ടാണ്, മജ്ലിസിൻ്റെ പോരിശ കൊണ്ടാണ്, മജ്ലിസിൻ്റെ ഫളായിലുകൾ കൊണ്ടാണ്. അല്ലാഹുവേ നീ ഉയർത്തണേ അല്ലാ, ഉയർത്തണേ തമ്പുരാനെ. ചുരുങ്ങിയ കാലമായിട്ടുള്ളൂ, അത് ആ കാലത്ത് തന്നെ ധാരാളം ആളുകൾക്ക് ഉത്തരം കിട്ടിയത് കൊണ്ടാണ് ഈ മജ്ലിസ് ഓരോ ദിവസവും അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയരുന്നത്. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്ന ആളുകളെ അല്ലാഹുവേ നീ സംരക്ഷിക്കണേ അല്ലാ. ഉപ്പാപ്പാൻ്റെ നോട്ടം അവർക്കും അവരുടെ കുടുംബത്തിന് നീ കൊടുക്കണേ അല്ലാ, കൊടുക്കണേ തമ്പുരാനെ, കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഈ മജ്ലിസിലേക്ക് ധാരാളം ആളുകൾ സംഭാവന ചെയ്തവരുണ്ട്. ഓരോരോ മുറാദുകൾ പറഞ്ഞ് ധാരാളം ആളുകൾ സംഭാവന ചെയ്തവരുണ്ട്. നമ്മളെ കെട്ടിടങ്ങൾക്ക് സംഭാവന ചെയ്ത ആളുകളുണ്ട്. അല്ലാഹുവേ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അവർ എന്തുദ്ദേശം വെച്ചാണോ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലാഹുവേ നീ സഫലീകരിക്കണേ അല്ലാ, സഫലീകരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റിലേക്ക് കിടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സ്വർഗത്തിൻ്റെ 2 താക്കോലാണ്. ഒന്ന് നിസ്കാരമാണ്, രണ്ടാമത്തേത് ദിക്റാണ്. ഏത് ദിക്റാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. അതുകൊണ്ട് ആ ദിക്ർ ചൊല്ലി സ്വർഗം കരസ്ഥമാക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹ് നമ്മൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അധികമൊന്നുമില്ല, ഒരു 33 പ്രാവശ്യം നമുക്ക് ദിക്ർ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, ഫാത്തിഹ ഓതി, ഇഖ്ലാസ് ഓതി, മുഅവ്വിദത്തൈനുകൾ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹ് നീ തൗഫീഖ് നൽകണേ തൗഫീഖ് നൽകണേ തമ്പുരാനെ. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി നിങ്ങൾ എന്ത് മുറാദാണോ മനസ്സിൽ വെച്ചത്, ആ മുറാദ് മനസ്സിൽ വെച്ചിട്ട് ഈ മജ്ലിസിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ആ മുറാദ് ഹാസിലാകുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി ചൊല്ലിക്കോളി. ഒരിക്കലും വെറുതെ ആവില്ല ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞതുപോലെ മഹാന്മാരുടെ കാവലുള്ള മജ്ലിസാണ്, മഹാന്മാരുടെ നോട്ടമുള്ള മജ്ലിസാണ് ഇൻഷാ അല്ലാഹ്. لا إله إلا الله 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 لا إله إلا الله
ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസമാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. ഈ വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം കഴിഞ്ഞു പോയാൽ നമ്മളിലേക്ക് കടന്നു വരുന്നത് റമളാൻ മാസമാണ്. ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട മാസമാണ്. നമ്മളെ തെറ്റുകളൊക്കെ നമ്മൾ ഇറക്കി വെക്കേണ്ട മാസം കൂടിയാണ് ഈ മാസം, ശഅബാൻ മാസം. കാരണം നമ്മളിലേക്ക് വരാൻ പോകുന്നത് വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് അറിയാതെ രഹസ്യമായി പരസ്യമായി ധാരാളം തെറ്റുകൾ ചെയ്തവരാണ് എൻ്റെ മുത്തുമിനീങ്ങളെ ഞാനും നിങ്ങളും. ധാരാളം സാഹചര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് ധാരാളം തെറ്റുകൾ ചെയ്തവരാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ പൊറുക്കാൻ വേണ്ടി ഈ മാസത്തിൽ ധാരാളം ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. അല്ലാഹുവേ ഞങ്ങളെ തെറ്റുകൾ നീ പുറത്തു തരണേ തമ്പുരാനെ, നീ മാപ്പാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഒരു 33 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം أستغفر الله العظيم 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 أستغفر الله العظيم. അല്ലാഹുവേ ഇസ്തിഗ്ഫാറിൻ്റെ ഹക്ക് ബർക്കത്തുകൊണ്ട് അല്ലാഹ് ഞങ്ങളെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ വന്നു പോയവരാണ് അല്ലാഹ്. അല്ലാഹുവേ നീ പൊറുക്കണേ അല്ലാഹ്. അതിൻ്റെ കാരണത്താൽ ഞങ്ങളെ ജീവിതം നീ ഗുഡ്സാക്കല്ല അല്ലാഹ്. നീ ഗുഡ്സാക്കല്ല തമ്പുരാനെ. എടങ്ങേറുകൾ നൽകല്ല തമ്പുരാനെ. ബലാഹുകൾ നൽകല്ല തമ്പുരാനെ. മുസീബത്തുകൾ നൽകല്ല അല്ലാഹ്. നൽകല്ല തമ്പുരാനെ. ഞങ്ങളെ തെറ്റുകളെ നീ പൊറുക്കണേ അല്ലാഹ്. തെറ്റുകളെ നീ പൊറുക്കണേ തമ്പുരാനെ. പൊറുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാം. ഏത് സ്വലാത്താണ് ഞാൻ പറഞ്ഞ സമ്മാനം? ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഗിഫ്റ്റ്, ഒരു സമ്മാനം. ഇൻഷാ അല്ലാഹ് ഈ വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിൽ ധാരാളം നമ്മൾ പതിവാക്കേണ്ട സ്വലാത്ത് ഞാൻ പറയാൻ കാരണം, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം രോഗികളാണ്. പണമുണ്ടായിട്ട് കാര്യമില്ല. ഞാൻ വലിയ ധനാഢ്യനാണ്, ധനമുള്ള ആളാണ്, എനിക്കതൊന്നും വിഷയമില്ല, സ്വലാത്തൊന്നും ചൊല്ലണ്ട, എനിക്ക് രോഗങ്ങളൊന്നും ഉണ്ടാവില്ല, രോഗം വന്നാൽ അത് ചികിത്സിക്കാനുള്ള സമ്പത്ത് എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ടൊന്നും കാര്യമില്ല. പടച്ച റബ്ബ് നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ സമ്പത്തെല്ലാം
നിനക്ക് ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കേണ്ട ഒരു അവസ്ഥ വരും. അത്തരം രോഗങ്ങൾ നമ്മൾക്ക് വന്നു ചേരും. അതുകൊണ്ട് അഹങ്കരിക്കണ്ട. ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ, ഈ സ്വലാത്ത് ചൊല്ലിക്കോ. ഞാൻ തരുന്ന ഈ സമ്മാനം, ഈ ഔഷധ ഗുണമുള്ള ഈ മരുന്ന്, ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിക്കോ. നമ്മളിന്ന് കണ്ടുവരുന്നത് മാരകമായ രോഗങ്ങളാണ്. ആദ്യകാലങ്ങളിലെ രോഗങ്ങളൊന്നുമല്ല, മാരകമായ രോഗങ്ങൾ. ക്യാൻസർ. ആർക്കാണ്? തിരുവനന്തപുരം ക്യാൻസർ സെൻറ്റർ ഒന്ന് സന്ദർശിച്ചാൽ മതി. അപ്പം നമ്മളെ അഹങ്കാരവും നമ്മളെല്ലാ കിബറും എല്ലാം അവിടെ ഇറക്കി വെക്കേണ്ടി വരും. എത്ര രോഗികളാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് രോഗം നൽകല്ല അല്ലാഹ്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഒന്നുമല്ല, ഒരു മൂലക്കിലിരിക്കേണ്ട അവസ്ഥയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് രോഗം നൽകില്ല അല്ലാഹ്. രോഗം വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് ഉപ്പാന വേണ്ട, പിന്നെ ആ വസ്തുവിന് ഒന്നിനും പറ്റൂല എന്ന് മക്കൾ ചിന്തിക്കും. അല്ലാഹുവേ, അത്തരം അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ല അല്ലാഹ്. അത്തരം രോഗം ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. മക്കൾക്ക് ഉമ്മാനെ വേണ്ട. കാരണം ഇതിനെ പോയി ചികിത്സിച്ച് ഞങ്ങളെ പൈസ ഇല്ലാണ്ടാവും. അതുകൊണ്ട് നമ്മളെ നോട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾക്ക് രോഗങ്ങളെ തൊട്ട് നമ്മൾ പടച്ച റബ്ബിനോട് കാവൽ ചോദിക്കണം. ഞാൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ക്യാൻസർ സെൻ്ററിൽ ചെന്ന് പോയാൽ ധാരാളം രോഗികളാണ്. വയസ്സില്ല, അതിൻ്റെ പ്രായപരിധികളില്ല. മാരകമായ രോഗങ്ങൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഭക്ഷണ രീതി, നമ്മളെ പെരുമാറ്റം, നമ്മൾ അത്തരം കാര്യങ്ങളാണല്ലോ, ദീനിന് നിരക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങും. അള്ളാഹുവിൻ്റെ അദാബ് രോഗങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും, നമ്മളെ മക്കളെ പരീക്ഷിക്കും, നമ്മളെ കുടുംബത്തിൽ പരീക്ഷിക്കും. അതുകൊണ്ട് നല്ല ഈമാനുള്ള തഖ്വയുള്ള മനസ്സിന് ഉടമകളായി നമ്മൾ ജീവിക്കണം. അള്ളാഹുവിന് തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ തമ്പുരാനെ. അങ്ങനെ ക്യാൻസർ രോഗം, ട്യൂമർ, അറ്റാക്ക് ഇപ്പോൾ കൂടി വരികയാണ്. അത് പ്രായമുള്ള ആളുകൾക്കായിരുന്നു, അതിനൊക്കെ ഒരു പ്രായപരിധികളുണ്ടായിരുന്നു. ഇന്ന് പ്രായപരിധികളില്ല. ചെറിയ 30, 33, 20, 25 വയസ്സുള്ള ആളുകൾക്ക് വരെ അറ്റാക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരനായിരുന്നു, ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. വയസ്സ് 32 വയസ്സാണ്. 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, യുവാവ്. ഒരു ചെറിയൊരു കുട്ടിയുണ്ട്. നല്ല റാഹത്തുള്ളൊരു വീട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഗൾഫിലാണ്, വീട് പൂർത്തീകരിച്ച് കുടിരിക്കലൊക്കെ, അതായത് വീട്ടിൽ കയറലൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. അവൻ വീട്ടിലേക്ക് ടിക്കറ്റ് വരെ എടുത്തു, നാട്ടിലേക്ക് ടിക്കറ്റ് വരെ എടുത്ത് അറ്റാക്കായി മരണപ്പെടുന്ന അവസ്ഥയാണ് കാണുന്നത്. അറ്റാക്കായി പെട്ടെന്നൊരു നെഞ്ചുവേദന മരണപ്പെടുന്നൊരവസ്ഥയാണ് പിന്നെ കണ്ടത്. അറ്റാക്കായി മരണപ്പെടുന്നൊരവസ്ഥയാണ് പിന്നീട് കണ്ടത്, അറിഞ്ഞത്, കുടുംബം അറിഞ്ഞത്. അല്ലാഹുവേ, അത്തരം അവസ്ഥ ഞങ്ങൾക്കാർക്കും നൽകല്ലേ അല്ലാഹ്, നൽകല്ല തമ്പുരാനെ. ഞങ്ങളെ മക്കൾക്ക് നൽകല്ല തമ്പുരാനെ, ഞങ്ങളെ കുടുംബത്തിൽ ആർക്കും നൽകല്ല അല്ലാഹ്, നൽകല്ല തമ്പുരാനെ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്, ധാരാളം ആളുകൾ രോഗികളാണ്. ആ രോഗത്തിൽ നിന്നൊക്കെ ഒരു ശിഫയാവണോ, അതിൽ നിന്നൊക്കെ ഒരു ശമനം നിങ്ങൾക്ക് വേണോ? രോഗങ്ങളില്ലാത്ത റാഹത്തുള്ളൊരു ജീവിതം നിങ്ങൾക്ക് വേണോ? ഐശ്വര്യപൂർവമായ ഒരു ജീവിതം വേണോ? ഈ സ്വലാത്ത് ചൊല്ലിക്കോ. ഹബീബായ തങ്ങളെ പേരിൽ, ഹബീബായ തങ്ങളെ മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേരിൽ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിച്ചോ. അതിൽ പ്രധാനപ്പെട്ട ഔഷധ ഗുണമുള്ള സ്വലാത്താണ് സ്വലാത്തു തിബ്.
സ്വലാത്തു തിബ്ബ് സ്വലാത്ത്, ഔഷധ ഗുണമുള്ള സ്വലാത്ത് എല്ലാം അള്ളാഹുവിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിൻ്റെ കാരണത്താൽ, ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ കാരണത്താൽ അള്ളാഹുവെ മാരകമായ രോഗങ്ങളെല്ലാം ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാനെ. നീ നിന്റെ സാബിക്കായ ഖലായിൽ നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ നീ ഖരീച്ച് കളയണേ അല്ലാഹ്. ഈ സ്വലാത്തിൻ്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നീ ഖരീച്ച് കളയണേ തമ്പുരാനെ. മാരകമായ അസുഖങ്ങൾ ഞങ്ങൾക്കോ ഞങ്ങളെ വേണ്ടപ്പെട്ടവർക്കോ ഞങ്ങളെ മക്കൾക്കോ ഞങ്ങളെ ഭർത്താവിനോ ഞങ്ങളെ ഭാര്യക്കോ നീ നൽകല്ല അല്ലാ, നീ നൽകല്ല തമ്പുരാനെ, നൽകല്ല തമ്പുരാനെ. ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ഇൻഷാ അല്ലാ ചൊല്ല. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻഷാ അല്ലാ ചൊല്ല. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ ഒരു 11 പ്രാവശ്യം ഈ തിബ്ബസ്വലാത്ത് ഒരു 11 പ്രാവശ്യം ഇൻഷാ അല്ലാ നമുക്ക് ചൊല്ലാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതിൻ്റെ കാരണത്താൽ, അതിൻ്റെ ഹക്ക് ജാ ബർക്കത്തുകൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് രോഗങ്ങൾ നൽകല്ലേ അല്ലാഹ്. രോഗങ്ങൾ നന്നാൽ ഞങ്ങൾ ഒന്നുമല്ലാതെ ഒരു മൂലക്കിരിക്കേണ്ട അവസ്ഥ വരും അല്ലാഹുവേ. രോഗങ്ങൾ തന്ന ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്, ബുദ്ധിമുട്ടാക്കല്ല തമ്പുരാനെ. ഒരു 11 പ്രാവശ്യം ഇൻഷാ അല്ലാ നമുക്ക് ചൊല്ലി, നമുക്ക് ഫാത്തിഹ ഓതി ഇഖ്ലാസ് ഓതി ഇൻഷാ അല്ലാ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വളിആഹിഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വളിആഹിഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വളിആഹിഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വളിആഹിഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വളിആഹിഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ഷരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, എത്തിക്കണേ തമ്പുരാനെ. അതിൻ്റെ ഹക്ക് ജാബർക്കത്തുകൊണ്ട് മാരകമായ രോഗങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. മാരകമായ ക്യാൻസർ രോഗം, അറ്റാക്ക്, മാരകമായ ക്യാൻസർ, ട്യൂമർ അറ്റാക്ക് പോലുള്ള മാരകമായ അസുഖങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല തമ്പുരാനെ. പല ജാതി അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ് അല്ലാഹ്. അല്ലാഹുവേ ബ്ലോക്ക് നൽകല്ലേ അല്ലാഹ്, സ്റ്റോക്ക് നൽകല്ലേ തമ്പുരാനെ. മാരകമായ ഒരു അസുഖങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നൽകല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഉള്ളവർക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ തിബ്ബസ്വലാത്ത്
സ്വലാത്തിന്റെ ഹക്ക് ജാ ബർക്കത്തുണ്ട്, ഔഷധ ഗുണമുള്ള സ്വലാത്തിന്റെ ഹക്ക് ജാ ബർക്കത്തുണ്ട്. അല്ലാഹ് മാരകമായ ക്യാൻസർ, ട്യൂമർ പോലുള്ള അസുഖങ്ങൾ ഞങ്ങളെ ശരീരത്തിൽ നൽകല്ല അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് നൽകല്ല തമ്പുരാനെ, ഞങ്ങളെ ഭാര്യമാർക്ക് നൽകല്ല അല്ലാഹ്, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നൽകല്ല അല്ലാഹ്, ഞങ്ങളെ കുടുംബത്തിൽ അല്ലാഹ് മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ അസുഖങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. തലവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുടെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ അല്ലാഹു ഈ സ്വലാത്തിന്റെ ഹക്ക് ജാ ബർക്കത്തോട് നൽകല്ല തമ്പുരാനെ, നൽകല്ല അല്ലാഹ്, നൽകല്ല തമ്പുരാനെ, അല്ലാഹ് നൽകല്ല തമ്പുരാനെ. ഈ സ്വലാത്ത് സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവേ അത്തരം പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്, നൽകല്ല തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഫാത്തിഹ ഓതി ഇഖ്ലാസ് ഓതി മുഅവ്വിദത്തൈനുകൾ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോട് എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് ഫാത്തിഹ ഓതുക, ഇഖ്ലാസ് ഓതുക, മുഅവ്വിദത്തൈനുകൾ ഓതുക. നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. കമൻറ്റ് ബോക്സിലായിട്ടും വാട്സപ്പിൽ മെസ്സേജുകൾ അയച്ച ആളുകളും ഫോൺ വിളിച്ചറിയിച്ച ആളുകൾ, നമ്മളെ സമീപിക്കുന്ന ആളുകൾ, ധാരാളം ആളുകൾ ദുആ വസിയ്യത്തുകൾ ചെയ്ത ആളുകളുണ്ട്. അല്ലാഹുവേ അർഹമർ റഹീമീനായ തമ്പുരാനെ, എല്ലാവരുടെയും സകലമായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ, നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ, നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരുടെ കമൻറ്റുകളും ഞാൻ വായിക്കാറുണ്ട്. എല്ലാവരും ആരൊക്കെയാണോ കമൻറ്റുകൾ അയച്ചത് അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم.
യാ റഹ്മാനു യാ അല്ലാഹ്, യാ മലിക് യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാം യാ അല്ലാഹ്, യാ മുഅ്മിൻ യാ അല്ലാഹ്, യാ മുഐമിൻ യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ ജബ്ബാർ യാ അല്ലാഹ്, യാ മുതകബ്ബിർ യാ അല്ലാഹ്, യാ റാഫി യാ അല്ലാഹ്, യാ മുദിൽ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ അല്ലാഹ്. റഹ്മർ റഹീമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, നിന്റെ അംബിയാക്കൾ, ഔലിയാക്കൾ, സലഫ് സ്വാലിഹീങ്ങൾ, ആബിദീങ്ങൾ, മുസന്നിഫീങ്ങൾ, മുഫസ്സിരീങ്ങൾ, മൺമറഞ്ഞു പോയ നിന്റെ ഔലിയാക്കൾ, ഇവരുടെയൊക്കെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ സകലമാന ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ അല്ലാഹ്. പരിപൂർണ സലാമത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, ഈമാൻ കാമിലാക്കണേ തമ്പുരാനെ. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കണേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലോടുകൂടെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. ഞങ്ങൾക്ക് സ്വർഗം അവകാശമില്ല അല്ലാഹ്, നിന്റെ ഔദാര്യം കൊണ്ട് നൽകണേ അല്ലാഹ്, നിന്റെ ഔദാര്യം കൊണ്ട് നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ രാജാധിരാജനായ തമ്പുരാനെ, ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്, സകലമാന മുറാദുകൾ മനസ്സിലുള്ള ആളുകളുണ്ട്. നമ്മളെ വീഡിയോ കാണുന്ന ആളുകളിൽ സകലമാന മുറാദുകളുള്ള ആളുകളുണ്ട്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, അവരുടെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങൾ ധാരാളം ആളുകൾ രോഗികളാണ്. മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ അല്ലാഹ് ഞങ്ങളെ ശരീരത്തിൽ നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഫാത്തിഹയുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഇഖ്ലാസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മുഅവ്വിദത്തൈനിയുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, അത്തരം അണുകൾ ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അല്ലാഹ് നീ കരിയിച്ച് കളയണേ അല്ലാഹ്, നീ കരിയിച്ച് കളയണേ തമ്പുരാനെ. മാരകമായ അസുഖങ്ങൾ ഞങ്ങൾക്ക് നൽകി നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്, നിന്റെ പരീക്ഷണം ഞങ്ങളിൽ നൽകല്ലേ അല്ലാഹ്, നൽകല്ലേ തമ്പുരാനെ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. മാറാത്ത ഊരവേദന കൊടുത്ത് പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്, അവരെ നീ ബുദ്ധിമുട്ടിലാക്കല്ലേ തമ്പുരാനെ. കാലുവേദനയാണ് തങ്ങളെ മജ്ലിസിൽ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹ് ഇബാദത്തിന് പോലും തടസ്സമുള്ള രോഗങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്, നൽകല്ലേ തമ്പുരാനെ. കിഡ്നിയുടെ അസുഖങ്ങളുള്ളവർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. തലവേദനയിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഇത്തരം അസുഖങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. ഉള്ളവർക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, നീയാണ് ശാഫിഅ തമ്പുരാനെ. നീ ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഈമാനുള്ള തഖ്വയുള്ള ഇഖ്ലാസുള്ള മനസ്സാക്കി ഞങ്ങളെ മനസ്സിനെ മാറ്റണേ അല്ലാഹ്, മനസ്സിനെ മാറ്റണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞ് തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ തമ്പുരാനെ. ഭർത്താക്കന്മാരുടെ ജോലിയിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്. ബിസിനസ്
ബിസിനസ്സിൽ അല്ലാ നീ ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. സമ്പത്തിന്റെ ഉറവിടത്തിൽ നീ വിശാലത കൊടുക്കണേ അല്ലാ, നീ വിശാലത കൊടുക്കണേ തമ്പുരാനെ. മക്കളുടെ ജോലിക്കാരും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് ഖൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്, അനുഗ്രഹിക്കണേ തമ്പുരാനെ. മക്കളുടെ കല്യാണ കാര്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹ് ഖൈറായ ഇണയെ അടുപ്പിക്കണേ അല്ലാഹ്, ഖൈറായ ഇണയെ അടുപ്പിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ അല്ലാഹു അവർക്കെല്ലാം നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, റഹ്മത്ത് കൊടുക്കണേ തമ്പുരാനെ. ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്, ഏറ്റി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഫാത്തിഹയുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഇഖ്ലാസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മുഅവ്വിദത്തൈനികളുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ചെറുതും വലുതുമായ എല്ലാ സകലമായ ഉദ്ദേശങ്ങളും നീ ഹാസിനാക്കി തരണേ അല്ലാഹ്, നീ ഹാസിനാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ കീറി മുറിക്കുന്ന രോഗം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നൽകല്ലേ തമ്പുരാനെ. ഞങ്ങൾ നയിച്ചത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കുന്നത്ര അസുഖങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്, ഞങ്ങളുടെ മക്കൾക്ക് നൽകല്ലേ അല്ലാഹ്, ഞങ്ങളുടെ ഭാര്യമാർക്ക് നൽകല്ലേ അല്ലാഹ്, ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നൽകല്ലേ തമ്പുരാനെ, നൽകല്ലേ അല്ലാഹ്, നൽകല്ലേ തമ്പുരാനെ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് അല്ലാഹ്. അല്ലാഹുവേ ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാഹ്, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ തമ്പുരാനെ. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹുവേ ഒരു പ്രവാസിക്കും പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലേ അല്ലാഹ്, അവിടെ ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ്, മുസീബത്തുകൾ കൊടുക്കല്ലേ അല്ലാഹ്, ബലാകൾ കൊടുക്കല്ലേ തമ്പുരാനെ, ജോലി തടസ്സങ്ങൾ അല്ലാഹ് കൊടുക്കല്ലേ അല്ലാഹ്, ജോലി പ്രയാസങ്ങൾ കൊടുക്കല്ലേ തമ്പുരാനെ, കൊടുത്തവരെ ബുദ്ധിമുട്ടിലാക്കല്ലേ അല്ലാഹ്, അവരെ ഇടങ്ങേറിലാക്കല്ലേ അല്ലാഹ്, അവരെ പ്രയാസത്തിലാക്കല്ലേ തമ്പുരാനെ. അവിടുന്ന് മരണപ്പെട്ട് നാട്ടിലേക്ക് ജനാസ കൊണ്ടുവരുന്നൊരവസ്ഥ അല്ലാഹുവേ ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ അല്ലാഹ്, ഒരു പ്രവാസിക്കും അത്തരം അവസ്ഥ കൊടുക്കല്ലേ അല്ലാഹ്, കൊടുക്കല്ലേ തമ്പുരാനെ, കൊടുക്കല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ തമ്പുരാനെ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ കൊയക്കല്ല അല്ലാഹ്, അവർക്ക് ബലാകൾ കൊടുക്കല്ല അല്ലാഹ്, അവരെ ഇടങ്ങേറാക്കല്ല തമ്പുരാൻ. അവർ ദീനിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, അവർ ദീൻ പറഞ്ഞ മജ്ലിസിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അല്ലാഹ് അവർ ഈ മജ്ലിസിനെ സ്നേഹിച്ചത്, മഹാന്മാരെ കാവലുള്ള മജ്ലിസിനെ സ്നേഹിച്ചത്. അല്ലാഹു അവരെ കൊയക്കല്ല അല്ലാഹ്, അവരെ ഇരു വീട്ടിലും പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ്, അവരെ ഇരു വീട്ടിലും കൊയക്കല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തമ്പുരാനെ. അവരെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരല്ലാഹ് നീ സ്നേഹിക്കണേ അല്ലാഹ്, നീ സ്നേഹിക്കണേ തമ്പുരാനെ, നീ സ്നേഹിക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ചികിത്സ ആവശ്യം ഞങ്ങളുടെ അടുത്തേക്ക് തേടി വരുന്ന ആളുകളുണ്ട്. അവർക്ക് ധാരാളം ഉദ്ദേശങ്ങളാണ്, ധാരാളം കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് അവരുടെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ കാര്യങ്ങളും അല്ലാഹു നീ റാഹത്തിലാക്കണേ അല്ലാഹ്, അവർക്ക് നീ നടത്തി കൊടുക്കണേ അല്ലാഹ്, നീ നടത്തി കാണിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ പാപ്പമാരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അവരുടെ ഇജാസിയത്ത് പ്രകാരം തുടങ്ങിയ ഓരോ കാര്യങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ അല്ലാഹ്, നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി തമ്പുരാനെ, അവരുടെ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. കണ്ണെത്താ ദൂരത്തോളം നീ ഖബറിനെ വിശാലത കൊടുക്കണേ അല്ലാഹ്, വിശാലത കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഉരുകിത്തീർന്നതുപോലെ ഉരുകിത്തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉപ്പാന്റെ ഖബർ ജീവിതം നീ റാഹത്തിനാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ അല്ലാഹ്. ഖബറിലേക്ക് ഒരു ഫിറാശ് നീ, സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് നീ വിരിപ്പിക്കണേ അല്ലാഹ്, വിരിപ്പിക്കണേ തമ്പുരാനെ. ഖബർ പ്രകാശ
പ്രകാശപൂരിതമാക്കണേ അല്ലോ, ഖബർ പ്രകാശപൂരിതമാക്കണേ അല്ലോ, നിന്റെ മലാക്കന്മാരുടെ സഹായം കൊടുക്കണേ അല്ലോ, നിന്റെ മലാക്കന്മാരുടെ സഹായം കൊടുക്കണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ തമ്പുരാനെ, മാറോടണച്ച മിന്നപ്പാലത് പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണല്ലോ. ഉമ്മാൻ ആലോചിക്കുമ്പോ കണ്ണ് തടം കെട്ടി നിൽക്കുകയാണ് തമ്പുരാൻ. അല്ലാഹുവേ, പൊന്നാര പൊന്നുമ്മാന്റെ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലോ. അല്ലാഹുവേ, ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാലത കൊടുക്കണേ അല്ലോ, വിശാലത കൊടുക്കണേ തമ്പുരാനെ. ഖബർ പ്രകാശിപ്പിക്കണേ അല്ലോ, ഖബർ പ്രകാശപൂരിതമാക്കണേ അല്ലോ. നിന്റെ മാലാഖന്മാരുടെ സഹായം നൽകണേ അല്ലോ, നിന്റെ മാലാഖന്മാരുടെ സഹായം നൽകണേ തമ്പുരാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരണപ്പെടും തമ്പുരാനെ. ഉണക്കക്കട്ടിൽ ഞങ്ങളങ്ങനെ മലർത്തി കെടുത്തും, ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരികപ്പെടും. അല്ലാഹുവേ, ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ തമ്പുരാനെ. ഞങ്ങളെ ജനാസ വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ പെടുത്തണേ അല്ലോ, ഞങ്ങളെ ജനാസയെ പെടുത്തണേ തമ്പുരാനെ. ഞങ്ങൾ ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. അല്ലാഹുവേ, ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലോ, ഖബറിൽ രക്ഷ നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലോ, കൂട്ടാളിയാക്കണേ തമ്പുരാനെ. നിന്റെ മലാക്കന്മാരുടെ സഹായം നൽകണേ അല്ലോ, നിന്റെ മലാക്കന്മാരുടെ സഹായം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളെ മജ്‌ലിസിനെയും സ്നേഹിക്കുന്ന, നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട്, ധാരാളം വിളിച്ചു ബന്ധപ്പെടുന്ന ധാരാളം ഉമ്മമാരുണ്ട് തമ്പുരാനെ. അല്ലാഹു, അവരെ നീ കാക്കണേ അല്ലോ, നീ കാത്തോളണേ അല്ലോ, നീ കാത്തോളണേ തമ്പുരാനെ. സ്തനഭാഗത്ത് കുരുവന്ന് പൊട്ടിയൊലിച്ച് സ്തനം മുറിച്ചു മാറ്റുന്നൊരവസ്ഥ ഒരു ഉമ്മാക്കും കൊടുക്കല്ല അല്ലോ, സ്തനർബുദം ഒരു ഉമ്മാക്കും കൊടുക്കല്ല തമ്പുരാനെ, കൊടുക്കല്ല തമ്പുരാനെ. അല്ലാഹുമ്മ ബാരിക് ലനാ റജബ വശഅബാൻ വബല്ലിഅനാ ശഹ്റ റമളാൻ വഫഖ്നാ ഫീ ഹലിസ് സിയാമി والقيام وتلاوة القرآن ورسائل الأعمال والخيرات يا رب العالمين. بسم الله الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم. السلام عليكم.